ആദ്യം കതിർക്കുലകളും പിന്നെ തരിശുനിലങ്ങളും കൊടുംവേലിൽ വിണ്ടുകീറിയ ഊഷരഭൂമികളും തെളിഞ്ഞുമറിഞ്ഞു. അപ്പോൾ ആ കണ്ണുകളിൽ ദയനീയമായ നിസ്സഹായതയും ലോകത്തോട് മുഴുവനുമുള്ള വെല്ലുവിളിയും മിന്നിനിന്നു. അവൾ പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി. മൗനം എത്ര ശക്തമായ ഭാഷ! അവളോടെന്തു പറയണമെന്നറിയില്ല. വളകിലുക്കം തുടികൊട്ടു നിർത്തിയപ്പോൾ അവൾക്കു വേണ്ടി മറ്റൊരു ഇരുട്ടു തേടുന്ന വെളിച്ചത്തിനു വേണ്ടി അവളെ വിട്ടുകൊണ്ട് നടന്നു. പടിക്കുകീഴെ പന്തലിച്ചു കാടുകെട്ടിക്കിടക്കുന്ന നാരകച്ചെടികൾക്കിടയിൽ നിന്ന് ഇല്ലത്തെ ഭീമൻ പട്ടി ഇറങ്ങിവന്നു മണത്തു. നനവുള്ള മൂക്ക് പാദങ്ങളിലുരസി. കുട്ടേട്ടൻ വേട്ടയ്ക്കുപയോഗിക്കുന്ന പട്ടി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതു സ്നേഹം കാട്ടുന്നു. കൂടെ ശിവൻ. കണ്ണുകൾ ഓർമ്മയിലെ പഴമ പുതുക്കി. രണ്ടുപേരും മറച്ചുപിടിക്കാൻ ശ്രമിച്ചു, ഏതാണ്ട് വിജയത്തോടെ. ഗിരിയോ? പട്ടിയുടെ സ്നേഹം കണ്ടപ്പോഴേ കരുതി പരിചയക്കാരാവുന്ന്. എന്താ കാര്യം? മുളക് കട്ട് അവൻ്റെ ഒക്കെ ശ്രാദ്ധത്തിന് കാശൊരുക്കുകയാ. പിടിച്ചു കാച്ചാമെന്ന് കരുതി. ശിവൻ ഇന്ന് ഇല്ലത്തെ കാര്യസ്ഥനാണ്. നീ തനിച്ചു വന്നതാ? മുക്കുളത്തിന്നാളാ വാഴത്തോപ്പിലെ അമ്മൂൻ്റെ മോള് തുലുക്കൻ്റെ കടവില് പൊന്തിയത്. അതിന് മുക്കുളത്തിൽ അരയോളം വെള്ളമില്ലല്ലോ. അയാൾക്ക് വെള്ളമൊന്നും വേണ്ട, ഇളം ചോരയുടെ സ്വാദ് മതി. അപ്പോൾ ആദ്യമായി ഗിരിജ ഞെട്ടിപ്പോയി. എന്തൊരു ശൈലി! ഒരു ജീവൻ ഇത്രപോലും വിലയില്ലാതായോ ഇവിടെ? അപ്പോൾ മുക്കുളത്തിൻ്റെ ആത്മാക്കൾ പറഞ്ഞു, ഗിരി, ഞങ്ങളല്ല. വിപ്ലവത്തിൻ്റെ ജ്വാലകൾ വമിക്കുന്ന വിമലിൻ്റെ യുവരക്തത്തിനു പോലും ഇത്ര തീക്ഷ്ണതയില്ല. പ്രത്യക്ഷത്തിൽ ശാന്തനാണ് വിമൽ പോലും. ശിവനും പട്ടിയും ഇരുട്ടിലേക്ക് മറഞ്ഞപ്പോൾ ഗിരിജ പടി കയറാൻ തുടങ്ങി. വേനലിലും ഈർപ്പം പൊടിക്കുന്ന പടികൾ. 28 പടികളാണ് ഇല്ലപ്പറമ്പിലേക്ക്. മുകളിലെത്തുന്തോറും പടികൾ തമ്മിൽ ദൂരം കൂടും. 28 പടികളും കുത്തനെ കയറണം ഇല്ലപ്പറമ്പിലെത്താൻ. കുന്നിൻ മുകളിൽ കുന്നിടിച്ച് പരത്തി ഇല്ലപ്പറമ്പ് തീർത്ത ഏതോ മുത്തച്ഛൻ്റെ വേല. അമ്മയുടെ കുടുംബത്തിൽ ഇത്ര സമർത്ഥനായൊരു ബ്രാഹ്മണന് എങ്ങനെ ജന്മം കിട്ടി?